ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൾബ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബോക്സ് കൊണ്ട് കോയിൻ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോക്സാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ബോക്സിൻ്റെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം അടർത്തിയെടുത്ത് ഉൾഭാഗം പുറത്താകുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന അതേ ഭാഗത്ത് തന്നെ ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കാം. ബോക്സിന്റെ മുകളിലായി കളർ പേപ്പർ ഒന്നും ഒട്ടിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലൂ ഉപയോഗിച്ച് അതുപോലെ തന്നെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നന്നായി സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോക്സിന്റെ താഴ്ഭാഗം പഴയ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ബോക്സിന്റെ മുകൾ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു സെല്ലോ ടേപ്പോ ഗ്ലൂവോ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫോൾഡ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഭാഗത്ത് ഒരു ഹോള് കാണുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ മുകൾ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കോയിൻ ബോക്സിലേക്ക് ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു ആർച്ച് രീതിയിൽ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ബോക്സിന്റെ മുകൾ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സെല്ലോ ടേപ്പോ ഗ്ലൂവോ ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്തെടുക്കാം. വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് കോയിൻസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലുള്ള വേസ്റ്റ് ബോക്സ് ഒക്കെ റീയൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. കോയിൻസ് ബോക്സിൽ ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോയിൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലോക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് കണക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോക്സിന്റെ ഫ്രണ്ട് ഭാഗത്ത് താഴെയായിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ലെഫ്റ്റ് സൈഡ് ഒഴികെ 3 ഭാഗവും കട്ട് ചെയ്തെടുക്കണം. ഒരു ഡോറ് പോലെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള രീതിയിലാണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊരു ചെറിയൊരു ലോക്ക് വേണം. ലോക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നേരത്തെ ബോക്സിൽ നിന്നും കട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം റെക്റ്റാങ്കുലർ ഷേപ്പിൽ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിരിക്കുന്ന കാർഡ്ബോർഡ് ഓപ്പോസിറ്റ് രീതിയിൽ 3 ഭാഗമായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടാമത്തേതും ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ ഫ്രണ്ട് ഭാഗത്ത് താഴെയായിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരുപോലെ രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം സ്റ്റിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഡോറിന് ആവശ്യമായിട്ടുള്ള ലോക്ക് സെറ്റാക്കി എടുക്കാം. ഡോറ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റിക്ക് ആവശ്യമായിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിരിക്കുന്ന 2 ഭാഗത്തു കൂടി കടത്തിവിടുന്ന നീളത്തിലുള്ള ഒരു സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്ക് ലെഫ്റ്റ് സൈഡിലൂടെ കടത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോയിക്കൊള്ളും. അങ്ങനെ ഡോറ് ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഇനി ഡോർ ഓപ്പൺ ആക്കണമെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് ലെഫ്റ്റ് സൈഡിലൂടെ പുറത്തേക്ക് വലിച്ചാൽ മതി. ബോക്സിലിട്ട കോയിൻസ് ഒക്കെ ഇതിലൂടെ ഈസി ആയിട്ട് കണക്ട് ചെയ്തെടുക്കാം. കോയിൻസ് സേവ് ചെയ്യാനുള്ള ഇതുപോലുള്ള ക്രാഫ്റ്റ് മോഡൽ വേസ്റ്റ് ബോക്സിൽ നിന്നും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ കോയിൻ സേവിങ് ബോക്സിന്റെ ക്രാഫ്റ്റ് മോഡൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.